പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ്. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. x+2 എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയാണ്? ഫസ്റ്റ് ഡിഗ്രി. x+5 എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയാണ്? ഫസ്റ്റ്. അതെങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ആണെന്ന് മനസ്സിലായത്? എക്സിന് മുകളിൽ പ്രത്യേകിച്ച് പവർ ഒന്നുമില്ലെങ്കിൽ അത് ഏത് ഡിഗ്രി ആയിരിക്കും? ഫസ്റ്റ് ഡിഗ്രി. ഇതിന്റെ പ്രൊഡക്റ്റ് കാണാനുള്ള സിമ്പിൾ ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് മാത്രം നോക്കിയിരുന്നോളൂ. ആദ്യം ചെയ്യേണ്ടത് x² എന്ന് എഴുതുക. എഴുതിക്കോളൂ, x². മനസ്സിലായോ? ഇനി ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സ് ഇല്ലേ, രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സുകളും ആഡ് ചെയ്യുക. ആ രണ്ട് നമ്പേഴ്സുകളും ആഡ് ചെയ്തിട്ട് എക്സ് എന്ന് എഴുതുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദെൻ ആ രണ്ട് നമ്പറുകളും മൾട്ടിപ്പിൾ ചെയ്യുക. വെരി സിമ്പിൾ. ഫസ്റ്റ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, പിന്നെ രണ്ട് നമ്പർ എന്തും ചെയ്യുക, മൾട്ടിപ്പിൾ. താണ്ടാവും. ഫസ്റ്റ് x² എന്ന് എഴുതുക, പിന്നെ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് എക്സ് എന്ന് എഴുതുക, പിന്നെ രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുക. ഫസ്റ്റ് ഏതാ ചെയ്യേണ്ടത്? ആഡ്. പിന്നെ ഏതാ ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ. പഠിഞ്ഞോ? സോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. x² എന്ന് എഴുതുക, എന്നിട്ട് ആ രണ്ട് നമ്പറും ആഡ് ചെയ്ത് എക്സ് എന്ന് എഴുതുക. a+b എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാന്നാണ് മീനിങ്. പിന്നെ അവസാനം എന്താ ചെയ്യേണ്ടത്? a×b. ഈ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്താണ്? a+bന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്? ആഡിങ്. ഒറ്റക്ക് നിൽക്കുന്ന ആൾ എന്താണ്? മൾട്ടിപ്പിൾ. സോ വേഗം ആൻസർ ആയിരിക്കോളൂ. x² പ്ലസ് 7x. മനസ്സിലായോ? 7x. ക്ലിയർ അല്ലേ? 7x പ്ലസ് 10. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്താ. സെക്കൻഡ് ഇത്രയുള്ളൂ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഇത്രയുള്ളൂ എഴുതേണ്ടത്. ഇതിനാണ് എക്സാമിന് മാർക്ക്. വെരി സിമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്യാൻ പറ്റുമോ നോക്കൂ. പറഞ്ഞ ആദ്യം എന്താ ചെയ്യണം? ഞാൻ സ്റ്റെപ്പ് ഇടുന്നില്ല കേട്ടോ. സ്റ്റെപ്പ് ഇടാതെ ഇത് ഡാൻസ് എന്നല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. പറഞ്ഞോ, x². ഞാൻ രണ്ട് നമ്പർ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് രണ്ട് നമ്പർ? 2 + -5. മനസ്സിലായോ? ആ 2ഉം -5ഉമാണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഒപ്പം എക്സ് എഴുതണം. ഇനി ലാസ്റ്റ് എന്താ എഴുതണ്ട്? ലാസ്റ്റ് എന്താ എഴുതണ്ട്? പറഞ്ഞോ, ഓർമ്മ പറയാം. 2 × -5. Is it clear? ഇക്വേഷനാണ് അറിയേണ്ടത് കേട്ടോ. കണ്ടോ, മുകളില് ആദ്യം ആഡ് ചെയ്യുക എക്സ്, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക എക്സ്. ഈ ഇക്വേഷൻ ഒന്ന് അവിടെ എഴുതി വെച്ചോളൂ. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെച്ചോളൂ. ഒന്ന് പറഞ്ഞ ആൻസർ പറഞ്ഞ. x². 2 + -5. 2 + -5. പ്ലസും മൈനസും അടുത്ത് വന്ന ഏതെടുക്കേണ്ടത്? മൈനസ്. 2 - 5 എത്രയാണ്? -3. അപ്പൊ പിന്നെ ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും കൂടി വരികയാണെങ്കിൽ മൈനസ് എടുത്താൽ മതി. സോ -3x. പറഞ്ഞ 2 × -5. 2 × -5. 2 × -5 -10. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞ നിങ്ങൾ ഇക്വേഷൻ എന്ന് പറഞ്ഞ x² പ്ലസ് a+b എന്ന് പറഞ്ഞ എന്ത് ചെയ്യലാണ്? ആഡ് ചെയ്യലാണ്. a×b എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ചെയ്യലാണ്. ക്ലിയർ ആണോ? യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ സ്വന്തം ചെയ്യാൻ പറ്റുമോ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യ്. കിട്ടുമോ നോക്കട്ടെ. ഒന്ന് നോക്കൂ. ഒന്ന് പറഞ്ഞ x². അടുത്ത് പറഞ്ഞ ഏത് രണ്ട് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? -2 + 5x. റെഡിയാണോ? ലാസ്റ്റ് എന്താ എഴുതേണ്ടത്? -2 × 5. ഒന്ന് പറഞ്ഞു നോക്കുക. ആൻസർ എന്താണ്? x². സിമ്പിൾ ലാസ്റ്റ് എഴുതിയാൽ പറ്റോ. ഈ സെൻട്രലിലുള്ള സിമ്പിൾ ആദ്യം തന്നെ എഴുതിയത്. -2 + 5 എന്ന് പറഞ്ഞ റൂൾ എന്താ?
ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്ത് ലാർജ് നമ്പറിന്റെ സിമ്പൽ ഇടണം. ഏതാണ് സിമ്പല്? -2 + 5. വാട്ട് ഈസ് ആൻസർ? +3. സോ ഇവിടെ അപ്പോഴാണ് +3x എന്ന് എഴുതേണ്ടത്. ക്ലിയർ ആണോ? അല്ലാതെ ആദ്യം തന്നെ ആ പ്ലസ് കൊണ്ടുപോയി എഴുതരുത്. ക്ലിയർ ആണോ? ദെൻ ഇനി ഇവിടെ ഈ പ്ലസ് എഴുതാൻ പറ്റുമോ? അടുത്ത സ്റ്റെപ്പിൽ ആദ്യം തന്നെ പ്ലസ് എഴുതാൻ പറ്റുമോ? ആൻസർ കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഏതാണ് സിമ്പൽ വരുന്നത് വെച്ചാൽ അത്. ഓക്കെ ആണോ? എന്ന് പറഞ്ഞ -2 × 5 -2 × 5 -10. ആൻസർ -10. -10. ഈ ആൻസർ കിട്ടിയാലെന്ന് കൈ നോക്കിക്കാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ സോൾവ് യുവർ സെൽഫ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ക്യാൻ യു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്? യെസ്. ഒന്ന് ചെയ്യ ഒന്ന് പറഞ്ഞ x² അല്ലെ? x². ഏത് രണ്ട് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? -2 + -5x പ്ലസ് -2 × -5. ഒന്ന് പറഞ്ഞ ആൻസർ പറഞ്ഞ x². സിമ്പിൾ ഇടാൻ പറ്റുമോ? സിമ്പിൾ കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. -2 -5 2 രൂപ കടം വാങ്ങി. -2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 രൂപ കടം വാങ്ങി. -5 എന്ന് പറഞ്ഞാൽ എന്താ? 5 രൂപ കടം വാങ്ങി. എത്ര രൂപ കടം വാങ്ങി? 7 രൂപ. 7 രൂപ കടം വാങ്ങിയായതുകൊണ്ട് മൈനസ്. ഇതിന്റെ ആൻസർ പറഞ്ഞ -2 × -5 -2 × -5 +10 എന്നായിരിക്കും ആൻസർ. സോ ഇതില് പഠിക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് പഠിക്കേണ്ടത്. ഇതാണ് ഇക്വേഷൻ. ആദ്യം x². ഒന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ച x² + a + bx + ab. എന്താ a + b എന്ന് പറഞ്ഞാല്? ആഡ് ചെയ്യണം. എന്താണ് ab എന്ന് പറഞ്ഞാല്? മൾട്ടിപ്പിൾ ചെയ്യണം. ഇത് ക്ലിയർ ആണോ? യെസ്.